ഗായ്സ് അപ്പം നമുക്ക് നോക്കാം ഫിനാലയിലേക്ക് എല്ലാ ടീമിനും സ്വാഗതം. അത് 2 ടീം വന്നിട്ടില്ല. നമുക്ക് നോക്കാം, അവിടെ ഡോഗ്സ് ടീം വന്നിട്ടില്ല, അതുപോലെ തന്നെ ഗാലക്സി ടീമും വന്നിട്ടില്ല. അവരൊന്നും ശരിക്കും പങ്ക്ച്വാലിറ്റിയിലല്ല ഇതുവരെ കളിച്ചത് തന്നെ. ഓക്കെ, നമുക്ക് നോക്കാം എത്ര എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കളി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കാർബൺ വേഗം കളി സ്റ്റാർട്ട് ചെയ്തോളൂ. പിള്ളേരെല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം റാങ്കിൽ ആര് ജയിക്കും. നമ്മുടെ 6 മാച്ചസ് ആണ് ഇനി ഉള്ളത്. ഇന്ന് 3 നാളെ 3. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം കളിക്കുക. മാക്സിമം കിൽ ആൻഡ് പോയിന്റ് ലഭിക്കുന്നവർ മാത്രമാണ് അവിടെ ഫസ്റ്റ് അടിക്കത്തുള്ളൂ. അതാണ് ഇന്നത്തെ കളി. കൂടുതൽ കില്ലും കാര്യങ്ങളൊക്കെ അടിക്കുന്നവർ മാത്രമാണ് അടിക്കത്തുള്ളൂ ഫസ്റ്റ്. F4 ആണ് ഇതുവരെ ഏറ്റവും കൂടുതൽ 97 കിൽസ് നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കിൽ നേടിയിട്ടുള്ള ടീം F4 ആണ്. അതുപോലെ തന്നെ നമുക്ക് പൂൾ 2ലും ഡെലിക്കാണ്. ഡെലിക്ക് അതുപോലെ തന്നെ നൈസ് കൂടുതൽ കിൽ നേടിയിട്ടുണ്ട് ഡെലിക് ടീം. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ് ആരായിരിക്കും ഏറ്റവും കൂടുതൽ കില്ലെടുക്കുന്ന ടീം എന്നറിയാം. നമുക്ക് സർവൈവിംഗ് ഒക്കെ എല്ലാ ടീമും വിട്ട് പിടിക്കേണ്ട സമയമായിരിക്കുന്നു. സർവൈവിനൊന്നും അധികം ഇനി പോയിന്റ് ഇല്ല. ഇനി കില്ലടിച്ചാൽ തന്നെ മാത്രമാണ് ഇനി കയറത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻറ്റൻസീവ് ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കാർബൺ. ഓക്കെ, നമുക്ക് നോക്കാം. ഐ തിങ്ക് 2 ടീം 14 ടീംസും ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. BRT ആണ്. പിന്നെ അതിൽ 3 മെമ്പേഴ്സ് ആയിട്ട് നിന്നിരുന്നത്. അവരൊരു മെമ്പർ വരാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ടീമും ഫുൾ ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഫോർസയിൽ ഒരു മെമ്പറും അതിൻ്റെ ഇടയിൽ മിസ്സായിരുന്നു. ബാക്കി എല്ലാ ടീമും ഫുൾ ടീം ആയിരിക്കും. ഓക്കെ ഓൺലി 1 മെമ്പർ. BRT 1 മെമ്പർ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. ഓക്കെ, എവിടെയായിരിക്കും ആദ്യ ഫൈറ്റ്? എല്ലാം നല്ല നമുക്ക് പാത്ത് നോക്കാം. സൾഫർ. ഓക്കെ, പ്രിമോസ് 2 യെസിനെ പോലെയാണ് പാത്ത് പോകുന്നത്. പോച്ചിനിക്കിയിലൊക്കെ എന്തായാലും നല്ല ഫൈറ്റും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മിക്ക ടീമും അവിടെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പോച്ചിനിക്ക് അവിടെ, അതുപോലെ പ്രിമോസ്ക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യെസിന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് നോക്കാം. റൊസോക്കൊക്കെ ടീം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം ഇനി എവിടേക്കാണ് ടീം ഇറങ്ങുന്നത്. കാർബൺ ഡെമോൺ കിങ്ങും ഡാർക്ക് ടീമോട് ഇറങ്ങിയിരിക്കുകയാണ്. പ്രിമോസ്കിൽ ഇറങ്ങിയിരിക്കുകയാണ്. പ്രിമോസ്കിൽ അവർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറൊരു ടീം ഇതുവരെ ചാടിയിട്ടില്ല. അപ്പൊ പ്രിമോസ്കിൽ ഒരടി നടക്കില്ല, ഷുവറാണ്. ചാടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രോസ ചാടിയിരിക്കുകയാണ്. പോച്ചിനിക്കിയിലാണ് ഫ്രോസ. പോച്ചിനിക്കിയിലോട്ടാണ് പോകുന്നത്. സ്ഥിരം അവർ തന്നെയാണ് പോവാറ്. ഇനി നമ്മുടെ പൂൾ 1ലും പൂൾ 2ലും കൊമ്പന്മാർ എന്തായാലും നല്ല അടി നടത്തുമെന്നാണ് തോന്നുന്നത്. F4 ആണ് അവിടെ പൂൾ 1ലെ കൊമ്പന്മാർ. അതുപോലെ തന്നെ നമ്മുടെ പോച്ചിനിക്കിയിൽ നമുക്ക് നോക്കുമ്പോൾ 1-2 ടീം ഇറങ്ങി. NX ടീമും അതുപോലെ തന്നെ ഫ്രോസ ടീമും. ടീമാണ് പൂൾ 2ലെ കൊമ്പന്മാർ. L2R എവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത് നോക്കാം. L2R അവിടെ NX ടീം ഡുവോ ബേസാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. NX ടീമിന്റെ അടുത്തത് ആളുണ്ട്. NX ടീം ഗോക്കുവിനെ പുഷ് ചെയ്യുകയാണ്. ഗോക്കുവിടെ മരുന്നടിച്ച് ഓടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗൺ മാത്രമേ ഉള്ളൂ. ഗോക്കുവിടെ പിൻവലിഞ്ഞിരിക്കുകയാണ്. റോഡ് സൈഡിലോട്ടൊന്ന് പിൻവലിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അസുരയുണ്ട്. അസുരയും ഒരു പിസ്റ്റൾ മാത്രമേ ഉള്ളത്. എൻ്റെ സോറി ഔറയുടെ ഒരു പിസ്റ്റൾ മാത്രമേ ഉള്ളത്. പിസ്റ്റൾ വെച്ച് പുഷ് ചെയ്യും ഇനി ഇല്ല. ഇതവിടെ 15th ടീം ഇതവിടെ ഫ്രണ്ടിലോട്ട്. അദ്ദേഹത്തിന് തരാം സ്കാറിൽ ഇട്ടിരിക്കുകയാണ്. സ്കാറിൽ നൈസ് ഗണ്ണാണ്. നമുക്ക് നല്ലൊരു ഓട്ട ഗണ്ണ് തന്നെയാണ് സ്കാറിൽ. അതുപോലെ തന്നെ അവിടെ M16 ആയിരുന്നു, അതേ അടുത്തില്ല. സ്കാറിലത്തെ സപ്രസർ വെച്ചാണ് കളിക്കുന്നത്. 9th ടീം അവിടെ തന്നെയുണ്ട്. അവരുടെ അടുത്ത് തന്നെ 9th ടീമുണ്ട്. ബ്രോസ ടീം അവിടെ തന്നെയുണ്ട്. വണ്ടി കയറ്റിയിരിക്കുകയാണ്. അദ്ദേഹം സെക്കൻഡ് ബഗ്ഗിൽ വരുന്നു. ഫയർ വരുന്നുണ്ട്. ലില്ലാക്കിന് ഫയർ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഗണ്ണൊന്നുമില്ല. അദ്ദേഹം അടിക്കുന്നുണ്ട്. എസ്കോബാർ നല്ലൊരു ഷോട്ട് ഇഗ്നേറ്ററും നോക്കായിരിക്കാണ്. L2R ആയിരുന്നു. കൊമ്പന്മാരിതാ വീണിരിക്കുകയാണ് കൊമ്പും കുത്തി. ഓക്കെ, 13 അവിടെ കണ്ണെടുക്കുന്നത് ഷുവർ ആയിരിക്കും. ഇഗ്നേറ്റർ ഡെഡ്. ഷുവർ ഇഗ്നേറ്റർ ഡെഡ് ആയിരിക്കണം അവിടെ. റേറ്റ് കേജ് മാത്രമാണ്. റേറ്റ് കേജ് സർവൈവിംഗിലാണ്. റേറ്റ് കേജ് വണ്ടി എടുത്ത് പോകുന്നു. സീഗോഡിനെ ഇടിച്ചു വന്നിരിക്കുകയാണ്. റേറ്റ് കേജ് ഓൺലി. റേറ്റ് കേജ് അവിടെ എസ്കേപ്പ് ആയിരിക്കണം. ഓക്കെ, അവരെ ലാൻഡിങ്ങിൽ മിസ്റ്റേക്സ് വന്നിരുന്നു. അതാണ് അവർ. യെസ്, മൈ ഗോഡ്, അവിടെ ചേസിങ് നടക്കുന്നുണ്ട്. അതുപോലെ
ഓ ഗായ്സ് അവിടെ ചേസിങ് 13 വേഴ്സസ് L2R ടീം കൂടെ ചേസിങ് 13 വേഴ്സസ് 12 ആണ് അവിടെ ചേസിങ് അവിടെ. യെസ് റേക്കേജ് അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റേക്കേജ് അവിടെ യെസ് റേക്കേജിനെ ഇടിച്ചിരിക്കുകയാണ്. റേക്കേജിനെ ഇടിച്ച് വീഴ്ത്താനുള്ള ശ്രമം. ഓക്കെ ഒരു വെഹിക്കിൾ വേഴ്സസ് വെഹിക്കിൾ ഫൈറ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്സ് വിട്ടു കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഫ്രോസയിലെ അസാഡ് ഇവിടെ സ്പോട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഔറനെ സ്പോട്ടിയിരിക്കുകയാണ്. അസാഡും ചിലപ്പോൾ വിടാനുള്ള ചാൻസ് ഉണ്ട്. ബോംബ് എന്നാൽ അസാഡ് അവിടെ പ്ലക്കാച്ച് വിടാനുള്ള നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. ഇതുവരെ ബോംബൊന്നും സൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. നിർത്തുന്നില്ല. L2R still running. Back side Max team still അവിടെ ബാക്കിൽ പിടിച്ചിട്ടുണ്ട്. ഓ നെറ്റ് ഇഷ്യൂ ഉണ്ട് ഗായ്സ്. ഭയങ്കര നെറ്റ് ഇഷ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സീനാണ് ഗായ്സ്, സീനാണ്. നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിരിക്കുകയാണ്. നെറ്റൊക്കെ വന്നിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഡ്യൂഡ് അവിടെ വീണു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സോറി ഡ്യൂഡും ഡ്യൂഡും ഔറയും അവിടെ മരിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഗോക്കും സൈക്കോ മാത്രമാണ്. നമ്മുടെ നെറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് അവിടെ കിട്ടിയില്ല നമ്മുടെ അത്. എന്താണ് നെറ്റ് താങ്കൾ ഇങ്ങനെ കാണിക്കുന്നത്? എസ്കോബാർ അവിടെ വീണിരിക്കുകയാണ്. സൂപ്പർ സൈക്കോയുടെ വീട്. സൈക്കോ വീണ്ടും അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സൈക്കോൻ്റെ മണ്ട കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ കിടന്നു. നമുക്കൊരു ഗോഡ് വ്യൂവിലേക്ക് ഒന്ന് പോകാം. ഗോഡ് വ്യൂവിൽ നല്ലൊരു റിവൈവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. എസ്കോബാറാണ് അവിടെ വീണിരിക്കുന്നത്. ഒരു നേഡ് ഉണ്ടായിരുന്നെങ്കിൽ സിമ്പിളായി അടിച്ചിടാമായിരുന്നു. നേടില്ല. അടുത്ത നേട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് അവിടെ സ്റ്റണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അടിക്കുന്നത്. ഇതവിടെ അടി വരുന്നുണ്ട്. നെക്സ്റ്റ് ടീം സൈക്കോ ആണ് അടിക്കുന്നത്. സൈക്കോടെ നല്ല ടാഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ബോംബിൽ ഗോക്കുത വീണിരിക്കുകയാണ്. സൈക്കോ മാത്രമാണ് ഇനി ആ ടീമിലുള്ളത്. സൈക്കോയും ഡെഡ് ആയിരിക്കുകയാണ്. ബാപ്രേ നൈസ് ഷോട്ട് ഗായ്സ്. മിലിറ്ററി ബേസിൽ നമ്മുടെ ആർട്ടിക് ടീമുണ്ട്. ആർട്ടിക് ടീമുണ്ട് മിലിറ്ററി ബേസിൽ. ആർട്ടിക് ടീമിൻ്റെ അവിടെ ഫുള്ള് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടക്സ് ടീമിൽ ഒന്ന് പോയി നോക്കാം. ബോട്ടക്സ് ടീം അവിടെ ദാമുൻ ടീം അവിടെ ഗാഡ് കെയിലാണ്. BRT ടീം നമുക്ക് നോക്കുമ്പോൾ ഫാം ഭാഗത്താണ് BRT ടീം. ഇനി ആര് തമ്മിലാണ് അടി കിട്ടാനുള്ള ചാൻസ് നമുക്ക് നോക്കുമ്പോൾ എല്ലാവരും അടുത്തടുത്താണ്. എല്ലാ ടീമുകളും വേറെ വേറെ നിൽക്കുന്നു. L2R ടീമിൽ എത്ര പേരുണ്ട് ബാക്കി? ഓൺലി വൺ മോർ. അത് പൊസിഷൻ കീപ്പ് ചെയ്യാണ്. ഇനി മാക്സിമം കില്ലടിച്ചിട്ടേ കാര്യമുള്ളൂ. പൊസിഷനിലൊന്നും ഇനി കഥയില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. അപ്പോൾ നോക്കാം എന്തുണ്ടാവില്ലിരിക്കാമെന്ന്. നല്ലൊരു നെറ്റ് പ്രോബ്ലം ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. നെറ്റിന് നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. അവിടെ പിങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. ഉച്ച മുതൽ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കളിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയിരുന്നില്ല. ഡെലിക് ടീമിൽ നമുക്ക് പോയി നോക്കുമ്പോൾ മാറുന്നില്ലല്ലോ ഡെലിക്കിലേക്ക്. ഗോഡ്. ഡെലിക് ടീമിലേക്ക് പോകുമ്പോൾ 0 കില്ലാണ് ഡെലിക് ടീം അടിച്ചിരിക്കുന്നത്. അവിടെ 0 കിൽസ്. ഡെലിക് ടീം അവിടെ സിറ്റിയിലാണ്. ജോർജ് ഇപ്പോൾ സിറ്റിയിലാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കില്ലെടുക്കുന്നില്ല ആരും. ആർക്കും കില്ലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ നെറ്റ് കാര്യങ്ങളിൽ. കണ്ടില്ല ഗൈസ്, 200 MS 900 MS എന്ത് ചെയ്യാനാണ്? നമ്മുടെ കാർബൺ അവിടെ നെറ്റ് തീരെ കിട്ടുന്നില്ല. നമ്മുടെ കണക്ഷൻ റേഞ്ചിന് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മൊബൈൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ലീഗും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഓ മൈ ഗാഡ്, വാട്ട് വി ക്യാൻ ഡു. പുവർ നെറ്റ്വർക്ക് ഇൻ കേരള. നമുക്ക് നോക്കാം. ഡാർക്ക് ടീം, ഡെമോൺ കിങ് ആ ടീം ഇവിടെ ജിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ എവിടെയാണ് ഓ മൈ ഗോഡ്, ലോഡ് ആവുന്നില്ലല്ലോ. കമോൺ നെറ്റ്വർക്ക്, കമോൺ പ്ലീസ് ലോഡ് ദ ഗെയിം. ഓക്കെ നോക്കാം. എല്ലാവരും വണ്ടിയിൽ എല്ലാവരും അവിടെ പിരിഞ്ഞ് തന്നെയാണ് പോകുന്നത്. ആരും അടുത്തേക്ക് വരുന്നില്ല. അവിടെ L2R നോക്കുമ്പോൾ സോണിൻ്റെ ഒരു അറ്റത്തേക്ക് പോവുകയാണ് സിമ്പിളായി സർവേ ചെയ്യാൻ. നല്ലൊരു ഫൈറ്റ് കിട്ടണം, എന്നാൽ മാത്രമാണ് ഈ ഒരു പോയിന്റ് ടേബിൾ ഫ്രണ്ടിലോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ സർവൈവിങ്ങിനൊന്നും കഥയില്ല, കഥ മാറിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇന്നീ കളി വരുമ്പോൾ ആര് മുന്നിലെത്തും, ആര് ബാക്കിൽ പോകും എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണണം സുഹൃത്തുക്കളെ. നമുക്ക് നോക്കാം. എല്ലാവരും സോണിലോട്ട് വരുന്നുണ്ട്. സോൺ അടയുന്ന സമയമാണ്, അതുകൊണ്ട് എല്ലാവരും സോണിലോട്ട് വരുന്നുണ്ട്. നോക്കുമ്പോൾ ഡെലിക് ടീം അവിടെ, ആർട്ടിക് ടീം ഇപ്പോഴും അവിടെ വന്നിട്ടില്ല, ഒരു പുറത്താണ്. F4 ടീം മാക്സിമം സൂപ്പർ കില്ലുകളും കാര്യങ്ങളും എടുക്കുന്ന F4 ടീം ഇവിടെ 0 കില്ലാണ്. റോയൽ പൊടിയൻ ടീമിനെ നമുക്ക് നോക്കുമ്പോൾ റോയൽ പൊടി ടീം അവിടെ 0 കിൽസാണ്. ഒരു നല്ലൊരു പുഷേഴ്സ് ടീം തന്നെയാണ് റോയൽ പൊടി ടീം. അതുപോലെ 9th ടീം നോക്കുമ്പോൾ 9th ടീം അവിടെ 4 കിൽ സെക്യൂർ ചെയ്തിരിക്കുകയാണ്. പുതിയൊരു ഡ്രോപ്പ്, L2Rൻ്റെ ഡ്രോപ്പ്. മൈ ഗോഡ്, L2Rൻ്റെ അവിടെ സിമ്പിളായി ഒരു ഡ്രോപ്പ് പോയിരിക്കുകയാണ്. M249 ആണ് ഗൈസ്, അതിൽ M249. നമ്മുടെ ഡാർക്ക് ടീം അവിടെ സിമ്പിളായി അവിടെ ഫ്രണ്ട് പിടിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. സോറി, ഇത് NOX ടീമാണ്. NOX ടീം അവിടെ സെൻട്രൽ പിടിച്ച് നടക്കുകയാണ്. അവിടേക്ക് ഇത് റോയൽ പൊടി ടീം അവിടെ റൊസോക്ക് വഴി അവിടെ എസിനെ പോകാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കി തന്നെ അറിയണം. റോയൽ പൊടിയൻ ടീം ഈസ് ഗോയിങ്. റോയൽ പൊടി അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എവിടെ എനിമീസ് എവിടെയെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കാം റോയൽ പൊടിയൻ ടീം എന്ത് ചെയ്യും. റോയൽ പൊടി ടീം, നമ്മുടെ F4 ടീം ഇപ്പോഴും ഉള്ളിലിട്ട് വന്നിട്ടില്ല. ഓക്കെ കാർബൺ ഇതാ നമ്മുടെ നെറ്റ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. വാട്ട്സ്ആപ്പ് FWT we can do. Oh my god, server response time limited. Oh my god, റീകണക്ട് ആയിരിക്കുകയാണ്. എന്ത് പുവർ നെറ്റ്വർക്കാണ് ഇവിടെ കിട്ടുന്നത്. വൈ ദിസ് മാൻ. ഇതുവരെ ലീഗിൻ്റെ ഒരു പ്രശ്നമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഗ്രാൻഡ് ഫിനാലെ നടക്കുമ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ നമുക്ക് തരുന്നത്. എന്തൊരു ചതിയാണ് നമ്മുടെ എയർടെൽ നെറ്റ്വർക്ക് കാണിക്കുന്നത്. ഓക്കെ നമുക്ക് നോക്കാം. അവിടെ നമ്പർ 12 അത് നോക്കി അദ്ദേഹം നോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. യെസ്, അവിടെ സ്റ്റിൽ ഡ്രോപ്പ് അദ്ദേഹം പിക്ക് ചെയ്തിട്ടില്ല. നമ്പർ 12 അവിടെ സോളോ പ്ലെയർ ആണ്. അദ്ദേഹം എങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. എനിമീസ് വല്ലതും വരുന്നുണ്ടോ, അദ്ദേഹത്തിന് സർവൈവിംഗ് ഇല്ലെങ്കിൽ സർവൈവിംഗ് കിൽസ്, പോയിന്റ്സ് എങ്കിൽ പോയിന്റ്സ് അദ്ദേഹം അത് നേടാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. നമുക്ക് നമ്പർ 17 അവിടെ പെക്ക ടീം അവിടെ ഡെലിക് ടീമിൻ്റെ അടുത്തേക്ക് കൂടെ പോകുന്നുണ്ട്. 16 ടീം നെക്സ്റ്റ് ടീമിനവിടെ ഡ്രോപ്പ് കണ്ടിരിക്കുകയാണ്. അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവർ സിമ്പിളായി പോയി ഇപ്പോൾ ഡ്രോപ്പ് എടുക്കും. എല്ലാവരുടെ ഇടയിൽ തന്നെയാണ് ഈ കളിയിലൊക്കെ ഡ്രോപ്പ് എടുക്കുന്നത്. നല്ലൊരു ഫൈറ്റ് വരുമ്പോൾ സിമ്പിളായി പിടിച്ചേക്കാൻ ഡ്രോപ്പിൻ്റെ നല്ലൊരു ഗണ്ണ് കിട്ടിയാൽ മതി. ഇനി നമ്മുടെ പബ്ജിക്കാരയിൽ DBS ഇടുമോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് നോക്കാം DBS ഇടുമോ ഇല്ലേ എന്ന്. നമുക്കങ്ങനെ F4 ടീം ടോപ്പ് കിൽ ടീംസ് ഇതാ അവരുടെ സ്റ്റിൽ ലൂട്ടിംഗ് ആണ്. സോണിൽ സ്റ്റിൽ ലൂട്ടിംഗ് ചെയ്തിരിക്കുകയാണ് അവർ. F4 നിതിനും അവിടെ F4 എല്ലാവരും തന്നെ ഉണ്ട്. F4 എല്ലാവരും ഒരുമിച്ചാണ് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്പർ 3 ഉം 8 നമ്മളൊക്കെ അവിടെ അടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. നമുക്ക് 3 8ലേക്ക് പോയി നോക്കാം. 3 8 നമുക്ക് നോക്കുമ്പോൾ ദാമു പുഷ് ചെയ്തിരിക്കുകയാണ്. ദാമു ഒറ്റ അവിടെ വികലാംഗരുടെ വണ്ടിയിലാണ് പുഷ് ചെയ്യുന്നത്. ദാമു, ഓ മൈ ഗോഡ്, വികലാംഗർ ടീമിൻ്റെ വണ്ടിയിലാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ BTX ടീം ഇതവിടെ ഫ്ലെയർ അടിച്ചിരിക്കുകയാണ്. ഒരു ഫൈറ്റ് നടക്കുന്നു. നമ്പർ 2 vs 4 ഒരു ഫൈറ്റ് നടക്കുന്നു അവിടെ. നമ്പർ 2 vs 4 ആർട്ടിക് ടീം സൈക്കോ അടിക്കുന്നു. BRT vs ആർട്ടിക് ആണ്. BRT vs ആർട്ടിക് ആണ് ഇവിടെ ഫൈറ്റ് നടക്കുന്നത്. ഓക്കെ, ആർട്ടിക് സൈക്കോടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ആർട്ടിക് ഓ കിൽ സെക്യൂർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, യെസ്, ഓ അവിടെ ആർട്ടിക് സൈക്കോനെ അവിടെ നോക്ക് ചെയ്തിരിക്കുകയാണ്.
നൈസ് ഒരു ഫൈറ്റ് ആണ്. യെസ് നൈസ് ഒരു ഫൈറ്റ് തന്നെയാണ്. ആർട്ടിക്കിലെ സൈക്കോ മാത്രമാണ് നോ. യെസ് അവിടെ ചാൻസ് നോ. അതേ നോക്കായില്ല. അവിടെ വൈപ്പ് ആയിരിക്കുകയാണ് നമ്മുടെ BRT ടീം. അവിടെ സിമ്പിളായി വൈപ്പ് ആയിരിക്കുകയാണ്. നൈസ് പ്ലെയർ തന്നെ, നൈസ് പുഷ് തന്നെയായിരുന്നു ആർട്ടിക് ടീമിന്റെ. നൈസ് പ്ലെയർ ആയിരുന്നു ആർട്ടിക്. ഓക്കെ ടീം കിൽസ് അവർ 3 കിൽസ് ആയിട്ടുണ്ട്. നമുക്ക് ആർട്ടിക് എക്സ്ട്രാ വൈറ്റ് അവിടെ 2 കിൽസ് എടുത്തിട്ടുണ്ട്. ഓക്കെ ആർട്ടിക് ടീം നൈസ് പ്ലെയർ ആയിരുന്നു അവിടെ. പുതിയൊരു ഡ്രോപ്പ് വരുന്നുണ്ട്. നമ്മുടെ ഫ്ലയർ ഡ്രോപ്പ് അവിടെ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൽ വിത്ത് അവിടെ ഔഗാണ്. സൂപ്പർ റോപ്പി ഗൺസ് ആണ്. രണ്ട് നല്ല ഗൺസ് ആണ്. പെക്ക ടീം അവിടെ പെക്ക പോലെ വരുന്നുണ്ട്. പിച്ച വെച്ച് ഡെലിക് ടീം ഇത് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലയർ ഓക്കെ ഡെലിക് ടീം അവിടെ ഉണ്ട്. ഡെലിക് ടീമിന് നോക്കാം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത സോൺ ചുരുങ്ങാൻ ഇനി വെറും 1 മിനിറ്റ് 10 സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കേ. നമുക്ക് നോക്കാം എന്തുണ്ടാകും എന്തുണ്ടാവില്ല. ആര് ജയിക്കും ആര് തോൽക്കും. സ്റ്റിൽ 12 ടീംസ് ഈസ് റിമൈനിങ് കാർബൺ. നമുക്ക് നോക്കാം. ആരും ഇതുവരെ നല്ല ഫൈറ്റും കാര്യങ്ങളൊന്നും തരുന്നില്ല. ഇപ്പോൾ ഒരു നല്ല ഫൈറ്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ BRT ടീമിൻ്റെ. പിന്നൊരു ഫൈറ്റ് നമുക്ക് മിസ്സായിരിക്കുകയാണ് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം. ഓക്കെ നമുക്ക് നോക്കാം. റോയൽ പൊടിയും ടീംസും ഒക്കെ അവിടെ സോണിൽ. യെസ് നമ്പർ 10ന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. യെസ് FTയുടെ അടുത്താണ് റോയൽ പൊടിയും ടീം അവിടെ ഉള്ളത്. യെസ് റോയൽ പൊടിയും ടീമിന് അവിടെ ചേസിങ് ആണ് അവിടെ. യെസ് അതെ അവരവിടെ ഇറങ്ങിയിട്ടുണ്ട്. യെസ് റോയൽ പൊടിയും ടീം ഇറങ്ങിയിരിക്കാം. നൈസ് ഫൈറ്റ് ആണ്. നമ്പർ 10-16 ആയിരിക്കും അവിടെ. ഹെൽബോയ്ക്ക് നല്ല ടാഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാരജിന് സിമ്പിളായി നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. ബാരജ് മുകളിലോട്ട് കയറുന്നുണ്ട്. റോയൽ പൊടി അടിയിൽ തന്നെ ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ട്. റീഡ് വരുന്നുണ്ട്. മുകളിലോട്ട് റീഡ് വരുന്നുണ്ട്. പൊടി മാത്രമാണ് ബാക്കി നിൽക്കേ. സൂപ്പർ FTX ടീമാണ്. നല്ലൊരു കളിയാണ് FTX ടീം അവിടെ കഴിച്ചത്. നമ്പർ 3 അവിടെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 2 ഗൺസും അവർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ സൾഫർ നെക്സ്റ്റ് ഫൈറ്റ് അവിടെ അനന്തര ഡ്രോപ്പ് ഗെയിം. ഓക്കെ അനന്തര ഡ്രോപ്പിൽ എന്താണ് ഗോഗുകളുടെ ഒരു മാലയാണ് ഈ കളി കാണുന്നത്. നല്ലൊരു കണ്ണ് തന്നെയാണ് കാര്യങ്ങളൊക്കെ. നമുക്ക് അതുപോലെ വോട്ടെക്സ് ടീം നോക്കുമ്പോൾ ഒരു റസോക്കിലേക്കൊരു ഫൈറ്റ് വയ്ക്കുന്നു. ഡ്രോപ്പിന്റെ അടുത്തുണ്ട്. അവർ ഈ ഡ്രോപ്പ് എടുക്കാൻ വരുമോ നമ്മുടെ ടീമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആരാണെന്ന് നോക്കാം. നമ്പർ 14 versus 3 ആണ്. വോട്ടെക്സ് ടീമാണ് NX ടീമാണ് ഇവിടെ ഫൈറ്റ് വയ്ക്കുന്നത്. ലോങ് റേഞ്ച് ഫൈറ്റ് തന്നെയാണ്. ട്രൈ ചെയ്യുന്നുണ്ട്. റക്കുള്ള ടീം നിൽക്കുന്നുണ്ട്. ദാമു ഇവിടെ കെടുക്കുന്നുണ്ട്. ഷോട്ടിനിലൂടെ നമ്മുടെ AWM ഉണ്ട്. AWM അവിടെ നല്ലൊരു നോക്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സൂപ്പറായി വികലാംഗ വണ്ടി എന്ന് പറയുന്നത്. ഹൈഡ്ര അതൊന്നും അറിയാതെ അവിടെ കെടുക്കുന്നുണ്ട്. സൗണ്ട് കേട്ടിരിക്കുകയാണ്. അവരുടെ അടുത്തേക്കാണ് വന്നിരിക്കുകയാണ്. ഒരു ഫെയിൽ ബോംബായിരുന്നു. ഓക്കെ നൈസ് ആയിട്ട് അവർ കളിക്കുന്നുണ്ട്. നേടാരെടുത്ത് ഓക്കെ ടാഗുകൾ മാത്രമേ വെക്കുന്നുള്ളൂ. ഓക്കെ അവിടെ ബോട്ടക്സ് ഡെഡ് ഷോട്ട് അവിടെ അങ്ങോട്ട് വരാനുള്ള ശ്രമത്തിലാണ് ബോട്ടക്സ് ടീമിന്റെ. നോക്കാം ഡ്രാക്കുള നേടും. ഓക്കെ നെറ്റ് പ്ലസ് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഓക്കെ ഡ്രാക്കുള അഗൈൻ വൺ മോർ നെറ്റ് കുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പുറത്തെ പറമ്പിലോട്ട് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ബീസ്റ്റ് മരിച്ചിരിക്കുകയാണ്. ഓക്കെ ബ്ലഡ് റെസ്സൽ മേ ബി ഡാർക്ക് ഫീനിക്സ് ആണെന്ന് അടിച്ചത്. ഹൈഡ് റിപ്പോർട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. അദ്ദേഹത്തിനെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. സ്പോട്ട് ചെയ്ത് അവിടെ കിടക്കുകയാണ്. ഹെഡ് ഷൂട്ട് നല്ലൊരു സൈഡിൽ നിന്ന് ഓരം പിടിച്ച് വരുന്നുണ്ട്. ഫിനിക്സിന് അവിടെ നല്ലൊരു മോൾട്ട കിട്ടിയിരിക്കുകയാണ്. ഫിനിക്സ് കുടുങ്ങിയ അവസ്ഥ. കയ്യിൽ ബോംബും ഉണ്ട്. നോക്കാവുമോ? ഇല്ല നോക്കായില്ല. അടുത്തതറിയുന്നു ബീസ്റ്റ് നല്ലൊരു സോറി അവിടെ നല്ലൊരു മട്ട എറിയുന്നു. ബാക്കിലോട്ടാണ് വീണത്. ഇപ്പോൾ തന്നെ സൾഫർ പുഷ് ചെയ്യാൻ സാധിക്കുന്നു.
ഡ്രാക്കുളയ്ക്ക് വലിയ ടാഗുകളും തന്നെ ലഭിച്ചിട്ടില്ല. ഹൈഡ്ര വൈറ്റ് അവിടെ പുഷ് പുഷിയാണ് നമ്മുടെ നോക്സ് ബീസ്റ്റാണ് പുഷ് ചെയ്യാണ്. ഓ യാ പുഷ് വെച്ചാണ് പുഷ് ചെയ്യുന്നത് അദ്ദേഹം. ഓ നൈസ് 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 നോക്കിട്ടിരിക്കുകയാണ് ഡ്രാക്കുള. Another knock, nice player, nice player, nice player, another player. Oh, knock ആയിരിക്കുന്നു. Okay, dead shooter വന്നിരിക്കുകയാണ്. Only one player. Okay, dead. Oh, nice player. ബോട്ടക്സ് ടീമിന്റെ നല്ലൊരു കളിയായിരുന്നു നമ്മുടെ ബീറ്റ്. പക്ഷേ ബോട്ടക്സ് ദാമുവിനെ അവിടെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ബോട്ടക്സ് ഡെഡ് ഷൂട്ട് നേരം വൈകി വരാൻ. നൈസ് പ്ലെയർ ആയിരുന്നു ഡ്രാക്കുള. അദ്ദേഹം അവിടെ ലോക്ക് ആയിരിക്കും. മാക്സ് ടീമോട് അടിക്കുന്നു. മാക്സ് ടീമിലേക്ക് ഒന്ന് പോകാം. മാക്സ് ടീമിനെ അടിക്കുന്നുണ്ട്. യെസ് മാക്സ് ടീം എഫ് ടീമായിട്ടാണ് അടി നടക്കുന്നത്. ടീമായി അടി നടക്കുന്നത്. കാർട്ടിക് ടീമോട് അടി നടക്കുന്നു. എഫ് ടിയിലെ 2 മെമ്പേഴ്സ് അവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് ഡെലിക് ടീമിലേക്ക് പോയി നോക്കാം. ഓക്കെ ഡെലിക് ടീമിൽ 3 നോക്സ് ആണ്. ഓ ഗായ്സ് 1 മോർ പ്ലെയർ. അവർ എന്തായാലും പുഷ് ചെയ്യും. നമ്പർ 2 എന്തായാലും പുഷ് ചെയ്യും. ആർട്ടിക് ടീം നൈസ് പ്ലേയേഴ്സ് ആണ്. അവർ നല്ല രീതിയിൽ അനദർ ടീം ഐ തിങ്ക് അനദർ സൈക്കോ വീണിരിക്കുകയാണ്. ബാക്കിൽ നിന്ന് പുഷ് വയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 6th ടീം അവിടെ കുടുങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ ആർട്ടിക് ടീം അഗൈൻ. ഓ ഗായ്സ് ഡെലിക്കിലെ ഓൾറെഡി എല്ലാ പ്ലേയേഴ്സും ഡെലിക് ഇല്ല സ്റ്റിൽ അദ്ദേഹം. ഓക്കെ ഹാരിസ് അവിടെ റിവൈവ് കഴിഞ്ഞിട്ടുണ്ടോ? യെസ് ഹാരിസ് അവിടെ നൈസ് പ്ലെയർ ഡെലിക്കിന് അതിൽ നൈസ് ഒരു അവസരമാണ് ഫോർസകാരന് വീണ് കിട്ടിയിരിക്കുന്നത്. നമ്പർ 2 ഒരു പ്ലെയർ അവിടെ പ്ലേയേഴ്സ് ഒക്കെ അവിടെ വീണ് കിടക്കുകയാണ്. ബ്രോസ വേഴ്സസ് ഡെലിക്കാണ് ഇനി നമുക്ക് അടി കാണാൻ പറ്റുന്നത്. ഡ്യൂഡി കമോൺ ഡ്യൂഡി സൈക്കോടെ വീണിരിക്കുകയാണ്. സോറി അവിടെ എസ്കേപ്പ് ആയിരിക്കണം. നമ്പർ 2 പ്ലെയർ. ഓക്കെ ഡെലിക് വേഴ്സസ് ഫോർസ് ആയിരിക്കും ഇവിടെ അടി നടക്കാനുള്ള ചാൻസ്. ഡെലിക് ടീം അവിടെ വലിഞ്ഞിരിക്കുകയാണ്. ബാക്കിലോട്ട് വലിഞ്ഞു പോയിരിക്കുകയാണ്. കാരണം സ്പോൺ പോയത് കൊണ്ടാന്ന് തോന്നുന്നു. ഡെലിക് ടീം അവിടെ വലിഞ്ഞു പോയിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തുണ്ടാവും. നമുക്ക് നോക്കാം. ഓക്കെ ബോട്ടക്സ് ടീം സോണിലാണ്. എന്താണ് അവർ കാണിക്കുന്നത്? സോണിലാണ് അവരവിടെ. അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജെനി ബോട്ടക്സ് ഡെഡ് ഷൂട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജെനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ നമുക്ക് നമ്പർ 3 അവിടെ ഓക്കെ സോണിലേക്ക് എത്ര പെട്ടെന്ന് വരുന്നു തോന്നുന്നു. നമ്പർ 10 ഉണ്ട്. നമ്പർ 10 അവിടെ സോണിൽ. ഓക്കെ ഓൺലി 2 പ്ലേയേഴ്സ്. അവരിലെ 2 മെമ്പേഴ്സിനെ ഫിനിഷ് ചെയ്തിരുന്നു. ടയറില്ലാത്ത വണ്ടി കൊണ്ടാണ് പോകുന്നത്. ഇതൊരു ഷിറ്റ് പ്ലേ ആവുമെന്നാണ് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ടീമേറ്റ്സ് ഒക്കെ അവിടെ വേറെ വണ്ടിയിൽ പോയിരിക്കുകയാണ്. ടീമിലെ ടീമേറ്റ്സ് ഇനി എവിടെയാണ് മാക്സ് ക്രൂസ്? ആർട്ടിക് ടീം ഇതവിടെ നെക്സോപ്പ് ഇതവിടെ വണ്ടിയിൽ വരുന്നതാണ്. ആർട്ടിക് ടീമിൽ ഒറ്റ പ്ലെയർ മാത്രമാണ് ബാക്കി നിൽക്കുന്നുള്ളൂ. L2R അതുപോലെ തന്നെ ഒറ്റ പ്ലെയർ ആണ്. മാക്സിമം അവർ ഇതാ അവിടെ ഇതിടാൻ പോവുകയാണ്. മാക്സിമം നമ്പർ 13 ആണ് ഡ്രോപ്പിന്റെ അടുത്ത് കൊടുത്തേക്ക്. നമ്പർ 10 ആണ് സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ അവർ ഡ്രോപ്പ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഡ്രോപ്പ് എടുത്തിരിക്കുകയാണ് മാക്സ് ടീം. AWM എടുക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ നെക്സ്റ്റ് ഫൈറ്റ് അവിടെ ലഭിക്കും. നമ്പർ 3 നമ്പർ 9 അടുത്തേക്ക് പോകുന്നു. മേ ബി അവിടെ ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 3 വേഴ്സസ് 9. 3 അവർ മുന്നിലേക്ക് വിട്ടിരിക്കുക. എന്തായാലും മുന്നിൽ പെട്ടാലോ ഷുവർ ആയിട്ട് ഡെഡ് ആവുന്നതായിരിക്കും. വളഞ്ഞു പോയിരിക്കുകയാണ്. ഫ്ലാങ്ക് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം മേ ബി സൗണ്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളഞ്ഞു പോയിരിക്കുന്നത്. മേ ബി വെഹിക്കിൾ കണ്ടാൽ ഷുവർ ആണ്. അഗൈൻ ഇതാ വരുന്നു. 13 ടീമാണ് ഇനി പുഷ് നടക്കാൻ പോകുന്നത്. 10th റാപ്റ്ററിനൊക്കെ പടിയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓ മൈ ഗോഡ് റാപ്റ്റർ മാക്സിമം ഉള്ളിലോട്ട് അല്ല. റോസ് അവിടെ വണ്ടി ഇടിച്ച് വീണിരിക്കുകയാണ്. ഗോഡ് അവിടെ വീണിരിക്കുകയാണ് വണ്ടി ഇടിച്ചിട്ട്. ടീം പുഷ് ചെയ്ത് കയറുന്നുണ്ട് ഇതിന്റെ മുകളിലെ ടീം തന്നെയുണ്ട്. എല്ലാവരും സജ്ജരാണ്. ഒരു നിലയും കൂടി മുകളിലോട്ട് കയറി റാപ്റ്ററിന് അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിലാണ് അടിച്ചിരിക്കുകയാണ്.
നമുക്ക് നോക്കാം. ഡെമോൺ കിങ്ങും സംഘവും ഇപ്പോഴും അവിടെ സോണിൽ L2R അതുപോലെ തന്നെ സോണിൽ തന്നെയാണ്. ഓക്കെ, F4 ടീം ഉള്ളിലോട്ട് കയറുന്നുണ്ട്. F4 ടീം ബൂജെങ്കിലാണ് കാർബൺ അടിച്ചിട്ടിരിക്കുന്നത്. വെറും ബൂജെങ്കിൽ ലാസ്റ്റ് ടൈമിൽ കുതിച്ച് കയറാൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നില്ല ഈ പ്രാവശ്യം F4 ടീമിന് അധികം കില്ല് കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം എന്തുണ്ടാവും, നമുക്ക് നോക്കാം. നമ്പർ 70, നമ്പർ 8, നമ്പർ 2 അവിടെ സോളോ പ്ലെയർ ആണ്. അതേ നമ്പർ 13 അവിടെ അടി നടത്തും. നമ്പർ 13 അവിടെ അടിക്കുന്നുണ്ട്. അതേ നമ്പർ 13 അവിടെ അടിക്കുന്നുണ്ട്. നമ്പർ 13 അടുത്ത് തന്നെയാണ് അവിടെ ഡ്രോപ്പ് വന്നിരിക്കുന്നത്. നമ്പർ 13 അവിടെ 9 ആണ് സ്പോട്ട് ചെയ്തുകൊണ്ട് 9. ഓക്കെ, 5ഉം 9 അടുത്ത് വരാനുള്ള ചാൻസ്. യെസ്, 5 അവിടെ പാസ് ചെയ്ത് പോകുന്നു 9ൻ്റെ അടുത്ത് കൂടെ. അപ്പോൾ അവിടെ ഫൈറ്റ്. യെസ്, ഒരു ടാഗുകളെല്ലാം ലഭിക്കുന്നുണ്ട് അവർക്ക്. ഓക്കെ, വെഹിക്കിളിന് നല്ല ടാഗുകൾ ലഭിച്ചിട്ടുണ്ട്. വെഹിക്കിൾ ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, വെഹിക്കിളിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരു റൗണ്ട് അടിക്കുകയാണെങ്കിൽ വെഹിക്കിൾ ബ്ലാസ്റ്റ് ആണ്. L2R ഇതുവരെ സോളോ പ്ലെയർ ആണ്. അദ്ദേഹം സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. L2R, ആർട്ടിക് ഇവരൊക്കെ സോളോ പ്ലേയേഴ്സ് ആണ്. DP കൊണ്ടൊരു സ്പ്രേ നടത്തുന്നുണ്ട്. ഡ്രോപ്പ് പ്ലേസ് ആയിരിക്കുന്നത് യോഗാണ് മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പബ്ജി ടീം ഇതവിടെ ഓഗ് മാത്രമാണ് അവിടെ ഡ്രോപ്പിൽ ഇട്ട് കൊടുക്കുന്നത്. റാപ്റ്ററിന് ചെറിയൊരു ടാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്കോബാറിൻ്റെ ഇത് കിട്ടിയിരിക്കുന്നു. റാപ്റ്ററിന് ചെറിയൊരു ടാഗ് കിട്ടിയിരിക്കുന്നു. പകുതി അവിടെ മുക്കാൽ ഭാഗം ലൈഫ് മാത്രമാണുള്ളത്. പെക്ക അവിടെ വന്നിട്ടുണ്ട്. അപ്പാർട്ട്മെന്റ്സിലെല്ലാം പെക്ക ടീം അതുപോലെ F4 ടീമൊക്കെ പോലെ വന്നിരിക്കുകയാണ്. നമുക്ക് ഈ സൈഡിലുള്ള വലിയ ബിൽഡിങ്ങിലേക്കാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന വലിയ ബിൽഡിങ്ങിലേക്കാണ് സോൺ വന്നിരിക്കുന്നത്. ഓക്കെ, അവിടേക്ക് തന്നെ ആയിരിക്കും ചുരുങ്ങുക എന്ന് വിചാരിക്കും സോൺ. ഓക്കെ, നമുക്ക് നോക്കാം. ലാസ്റ്റ് നമ്പർ 13 മാക്സ് അവിടെ അടിക്കുന്നു. നമ്പർ 9 അടിക്കുന്നു. നമ്പർ 6 ഡെലിക് ടീം അവിടെ ഉണ്ട്. ഓക്കെ, അവരും ഇതുപോലെ ഡെലിക് ടീം സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 8 അതിൽ സോണിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, 8 ടീംസ് ഓൺലി. ടീം ഇത് അവിടേക്ക് നോക്കിക്കുന്നു. എല്ലാവരും ഉണ്ടെന്നത് റെഡ് ഡോട്ട് ഒക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. ESS വെച്ച് അടിക്കുന്നുണ്ട് നമ്മുടെ ടീം. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മാക്സ് ടീമിൽ ഓൾറെഡി ഒരു നൈസ് ആയിട്ട് അവർ അത്യാവശ്യം കില്ലുകൾ നേടിയിട്ടുണ്ട്. 7 കിൽസ് നേടിയിട്ടുണ്ട് മാക്സ് ടീം. ഓക്കെ, നൈസ് പ്ലേയേഴ്സ് ആണ് മാക്സ് ടീമിലുള്ളത്. മാക്സ് ടീം നൈസ്. ഓക്കെ, L2R മേ ബി L2Rനോട് സോണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. L2Rന് മുമ്പിൽ ഡെലിക് ടീമുണ്ട്. ഡെലിക് ടീം മേ ബി L2Rനെ നോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, ഡെലിക് ടീമോട് ഓടുന്നത് മേ ബി L2Rനെ കാണാൻ സാധിക്കുന്നുണ്ടാവും. യെസ്, I06 ഒക്കെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുന്നു. ഡെലിക് L2R റേക്കേജ് എന്താണ് നോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. യെസ്, L2R റേക്കേജ് കിട്ടാനുള്ള ചാൻസ്. റേക്കേജിനെ കവർ ഫൈറ്റ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, റേക്കേജിനെ അവിടെ നൈസ് ഫിനിഷ് ചെയ്തു. കവർ ഫൈറ്റ് ആയിരുന്നു. ടീമിനെ ഒരു പുഷ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 വേഴ്സസ് അവിടെ 8 ടീം ഒരു ചേസ് നടത്താനുള്ള ശ്രമം നടത്തി. പക്ഷെ ബ്രോസ ടീം അവിടെ വെല്ലുവിളിഞ്ഞിരിക്കുകയാണ് ആ ചേസിലൂടെ. ഓക്കെ, 9th ടീമാണ് സോണിലേക്ക് കയറാൻ ശ്രമം. നമുക്ക് നോക്കാം. ഡാർക്ക് ടീമാണ് അവിടെ സോണിലേക്ക് വരാനുള്ളത്. 4 ടീമാണ് അവിടെ ഒരു ചേസ് നടത്താൻ നോക്കിയത്. പക്ഷെ അവിടെ നടന്നില്ല. നമ്മുടെ ഡെന്നിസൺ ടീം ഇത് വണ്ടിയിൽ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട്. സോൺ 25 സെക്കൻഡുള്ളിൽ അടയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മെല്ലെ കയറാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു F4 ടീമിൻ്റെ. ഇതുവരെ അവർ ബൂജിങ്കില്ലാണ്. ഇത് നേരെ ഡെലിക്കിൻ്റെ വായിലോട്ടാണ് കയറി പോകുന്നത്. ഡെന്നിസൺ ടീം ഡയറക്റ്റ് മൗത്ത് ഓഫ് ഡെലിക് ടീം. 2 ഭാഗത്ത് കവർ ചെയ്തിട്ടാണ് നമ്മുടെ ടീം വളർത്തുന്നത്. ഡെന്നിസ് അവിടെ വീഴുമോ? ശ്രമമാണ് അവിടെ നടന്നില്ല. മെമ്പർ എന്താണ് അവിടെ ചെയ്യുന്നത് നോക്കാം. അദ്ദേഹം സോണിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. ബ്ലേസ് അവിടെ കയറി നോക്കുന്നുണ്ട്. എല്ലാവരെയും കിട്ടുമോ ഇല്ലെന്ന് നോക്കുന്നുണ്ട്. മാക്സ് ആണ് അവിടെ നൈസ് ആയിട്ട് സോണില് നല്ലൊരു പൊസിഷൻ കയറ്റിയിരിക്കുന്നത്. ഡെലിക്കിന് നല്ല ടാഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡെലിക് ടീമാണ് സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ടീമാണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. സോണിലേക്ക് വന്നിരിക്കുകയാണ്. നമ്പർ 2 അവിടെ വന്നിരിക്കുകയാണ് സോണിലേക്ക്. ഓക്കെ, അത് ഈ വലിയ ബിൽഡിംഗ് കയറി പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയാൻ. ഓക്കെ, നമ്പർ 9 നടക്കാനുള്ള ചാൻസ് ഉണ്ട്. 9th ടീമിന്റെ കടി കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. മാക്സ് ടീമിലെ റാപ്റ്റർ അവിടെ വീണിരിക്കുകയാണ്. ഡെന്നിസ് അവിടെ വീണിരിക്കുകയാണ്. നിക്ക് കുടുങ്ങിയ അവസ്ഥയിലാണ്. നിക്കത കയറി വരുന്നു. നിക്കവിടെ സോണിൽ പെട്ട് മരിക്കാനുള്ള ചാൻസ് 100% ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലേസ് നൈസ് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്ലേസ് ഒറ്റയ്ക്കാണ്.
F4 നിക്ക് അവിടെ നോക്കാണ്. ബ്ലേസ് സോണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്ലേസിന് വേണമെച്ചാൽ നമുക്ക് അവിടെ റിവ്യൂ വെക്കാൻ പറ്റുമോ? വെക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ. ഇല്ല, പറ്റില്ല. 41 സെക്കൻഡിൽ അത് അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല. ഫ്രോസ് അവിടെ സ്പോട്ട് ഇരിക്കുകയാണ്. ഫ്രോസ് നെക്സ്റ്റ് ടീം സെക്യൂർ ആയിട്ടാണ് വലിയ ബിൽഡിംഗ് നിൽക്കുന്നത്. അവിടേക്ക് തന്നെയാണ് കളി വരിക. എക്കാ ടീമിനെ നമുക്ക് നോക്കുമ്പോൾ അവർ ഇനി സോണിലോട്ട് കയറേണ്ടതുണ്ട്. 20 സെക്കൻഡ് കഴിഞ്ഞാൽ സോണിലോട്ട് കയറാതുണ്ട്. നെക്സ്റ്റ് ടീം അതുപോലെ തന്നെ അവിടെ ആൾക്കാരില്ലാത്തടത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടീം അവിടെ നമുക്ക് ഫോർസ വേഴ്സസ് മെക്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 13 വേഴ്സസ് 9 ആണ് അവിടെ ഫയർ. പെക്കമെല്ലാം കയറി വരുന്നുണ്ട്. 3 സെക്കൻഡുകൾ മാത്രം ബാക്കി. പെക്ക അവിടെ വീണിരിക്കുകയാണ്. ഡ്രഗ്സ് പെക്ക അവിടെ വീണിരിക്കുകയാണ്. അതൊരു ലോങ് റേഞ്ച് ഫൈറ്റ് ആണ്. അദ്ദേഹത്തിനായി ബോംബ് ഇട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന് എന്തായാലും F4 നോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി ബ്ലേസ് അവിടെ നോട്ട് ചെയ്തു. ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമം. പെക്ക ടീം അവിടെ വൈപ്പ് ആവാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. F4 ആണ് അവിടെ. F4 ഡെഡ് ആയിരിക്കുകയാണ്. വൈപ്പ് ആവാനുള്ള ചാൻസ് ആണ്. 100% വൈപ്പിംഗ് സിറ്റുവേഷനിലാണ് ഈ ഒരു സോൺ ചുരുങ്ങിയാൽ പപ്പടം പോലെയാണ് അവിടെ പൊട്ടി പോവുക. ഓ മൈ ഗോഡ്, റിവൈവ് ഒന്നും വെക്കരുത് ബ്രോ. അവിടെ പെക്ക മരിച്ചിരിക്കുകയാണ്. 100% ആയിട്ട് മരിച്ചിരിക്കുകയാണ് പെക്ക ടീം. ഓക്കെ, മാക്സിന് നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. നല്ലൊരു ബിൽഡിംഗ് തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവർ എന്തായാലും നൈസായിട്ട് ഈ കളി ജയിക്കാനുള്ള ചാൻസ്. നമ്മളൊക്കെ നമ്പർ 2 മെമ്പർ ഇപ്പോൾ സ്റ്റിൽ അവിടെ. ഓക്കെ, ഫോർസ് അവിടെ കിടന്നിരിക്കുകയാണ്. അദ്ദേഹം ലിറ്റായിരുന്നു. അദ്ദേഹം കിടന്നുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഫോർസ സോൺ ഔട്ടാണ്. ഫോർസയ്ക്ക് സോണിലേക്ക് വരണം. അവർ സ്മോക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സ്മോക്ക് ഇട്ട് വരേണ്ട ആവശ്യമുണ്ട്. നമ്പർ 9 സ്റ്റിൽ നോട്ട് ചെയ്തിരിക്കുകയാണ്. നമ്പർ 6 അതുപോലെ സോണിലേക്ക് വരണം. അവിടെ നോക്കുന്നുണ്ട്. DP വെച്ച് ഒരു സങ്കേതമായി നോക്കുന്നു. DP വിത്ത് 4x ആണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. 2 13 9 6 ഓൺലി. ഓക്കെ, ഡെലിക് ടീമിനും അതുപോലെ സോണിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അവിടെ ഡെലിക് ടീം ഫ്രോസ ടീം മാത്രമാണ് അവർ സോണിലേക്ക് ഉള്ളിലോട്ട് വരാനുള്ളൂ. ബാക്കി എല്ലാവരും എങ്ങനെയെങ്കിലും സോണിൽ പെട്ട് നിൽക്കുകയാണ്. മെക്സ് ടീം നല്ലൊരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഗോഡ് മസാഡ് മാത്രമാണ് ഇനി ഫ്രോസ ടീമിൽ ബാക്കി നിൽക്കുന്നുള്ളൂ. 6th ടീം നമുക്ക് പോയി നോക്കാം. അവരെന്ത് ചെയ്യും? DRDM വെച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. ഡെലിക് ടീമിലെ പ്ലേയേഴ്സ് അവിടെ വരുന്നത് BRDM വെച്ചിട്ടാണ്. ആർട്ടിക് ടീം അവിടെ എന്തെങ്കിലും ചെയ്യുമോ നമുക്ക് നോക്കാം. ആർട്ടിക് ടീം എനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ചാടിയിട്ടുണ്ട്. നമ്മുടെ മെക്സ് ടീം ചാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല ചാടിയിട്ടില്ല. അവിടെ എസ്കോബാറും സങ്കോടപ്പെടാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. ബാൻഡേജ് മാത്രമാണ്. 4 കിറ്റ് ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ബാൻഡേജ് അടിച്ച് കളിക്കുന്നു. ഒരു ഫോൾ പേ ആണ് ഭാഗ്യമുണ്ട്. എസ്കോബാറിന് അവിടെ അദ്ദേഹം സോണിലെത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം സോണിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ റിവേ വെക്കാം. അദ്ദേഹത്തിന് റിവേ വെക്കാം. ഫോർസയിലെ ഒരു മെമ്പറാണ് അദ്ദേഹത്തിന് റിവേ വെക്കാൻ സാധിക്കുന്നത്. എസ്കോബാറിനെ റിവേ വെക്കാൻ സാധിക്കുന്നത്. ആർട്ടിക് ടീം നോക്കുമ്പോൾ അവിടെ എപ്പോഴും അനങ്ങാതെ തന്നെയാണ് അത് നിൽക്കുന്നത്. ഡെലിക് ടീം അവിടെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇനി വെറും 4 ടീമുകൾ മാത്രമാണ് ബാക്കി നിൽക്കേ. 31 സെക്കൻഡുള്ളിൽ അടുത്ത പറയാൻ പറ്റില്ല. ഡെലിക് ടീം ചിലപ്പോൾ അടിക്കും. സൂപ്പർ. ഓ മൈ ഗോഡ്, അവിടെ വൈപ്പായിരിക്കുകയാണ്. അവിടെ എസ്കോബാർ അവിടെ പൊട്ടാനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാഗ്യമില്ലെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവരാ റിജിമ കേറി അടിച്ചു. ഡെലിക് വേഴ്സസ് മെക്സ് ആണ് ഫുൾ ടീം ഉള്ളത്. അതുപോലെ നമുക്ക് ആർട്ടിക് കൊടുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ പോയിരിക്കുകയാണ്. ആർട്ടിക് ടീം അവിടെ വരുന്നു. ഫ്രോസയുമായിട്ടാണ് ഡെലിക് ടീം അടി നടക്കുന്നത്. സോൺ അവിടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രോസ വേഴ്സസ് ഡെലിക് ആണ്. അദ്ദേഹത്തിന് ഫ്രോസയിൽ അസാർട്ട് കാണാൻ പറ്റുന്നുണ്ട്.
ഓ ബ്രിഗേഡിയർ നോക്കാണ്. അടുത്തൊരു നോക്കാണ് നടത്തുന്നുണ്ട്. ഓക്കെ അനദർ മെമ്പർ നോക്കാണ്. മെക്സിൽ വെറും 2 പേർ മാത്രമാണ് ബാക്കി. 2-4 ഡെലിക് ടീമിലെ ഫുൾ ടീമാണ്. ഡെലിക് തന്നെയാണ് നമ്മുടെ രാജാക്കന്മാരെന്നാണ് നമുക്ക് തോന്നുന്നത്. രാജാക്കന്മാർ കപ്പ് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. ഡെലിക് ടീമാണ് അവിടെ നൈസ്. ഏറ്റവും കൂടുതൽ കില്ലെടുത്ത ടീം പൂൾ 2-ൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്ത ടീം ഡെലിക് ആയിരുന്നു. ഓക്കെ ഡെലിക് ടീം ബ്രിഗേഡിയറിനെ അവിടെ വെച്ചിരിക്കുകയാണ്. ഡെലിക് അവിടെ പുറത്ത് ചാഞ്ഞാട്ടമിട്ട് നിൽക്കുന്നുണ്ട്. ഡെലിക്കിനെ അവിടെ കണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഡെലിക് ടീം. ഓക്കെ മെക്സിലെ 2 മെമ്പേഴ്സ് അവിടെ അപ്സ്റ്റേർ ഉണ്ട്. അതുപോലെ 4 മെമ്പർ ഉണ്ട്. 4 2 മെമ്പേഴ്സ് ഡെലിക്ക് അവിടെ 1 മെമ്പർ ഡെഡ് ആയിരിക്കുകയാണ്. മാക്സും അവിടെ 4 കൂടിയുള്ള ഒരു അടിയായിരുന്നു ഡെലിക്കിന്. ഡെലിക്ക് പുഷ് ചെയ്യേണ്ടത് മുകളിലോട്ടൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ലില്ലാക്ക് അവിടെ അടിക്കുന്നുണ്ട്. ലില്ലാക്കിനൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. അതെ അതെ, ഫുൾ അടയാനുള്ള ഒരു ചാൻസ് ആണ്. ഓ അദ്ദേഹത്തിന് ഹാരിസിനെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഹാരിസിനെ അടിക്കാൻ പറ്റില്ല. ഹാഷിന് ലില്ലിക്ക് അവിടെ അടി കിട്ടുമോ? ലില്ലിക്കിനെ അടി കിട്ടുമോ? ഹാരിസിനെ കാണാൻ പറ്റുന്നുണ്ടോ? സിംപ്ലൈ അടിച്ചിരിക്കുകയാണ്. സൂപ്പർ മാക്സിമം അവിടെ അടിക്കാനുള്ള ചാൻസ് ചാൻസ് ആണ്. യാഷിന് പോയി നോക്കുമ്പോൾ യാഷ് കൂടി നിൽക്കുന്ന ഒരു ചാൻസ് ആണ്. ഭയങ്കരമായി കുടുങ്ങിക്കുകയാണ് നമ്മുടെ മെക്സില്. അദ്ദേഹത്തിന് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിലാണ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ടീം. ഓ അദ്ദേഹം FPP-ലേക്ക് പുഷ് ചെയ്യാൻ. ഓ അദ്ദേഹത്തിന്റെ FPP തീരെ ഒന്നിനും സാധിച്ചില്ല. ബ്രിഗേഡിയറിന്റെ അടി കിട്ടാൻ നിൽക്കുകയാണ്. ക്രൂസിന്റെ ഹെഡ് കാണാൻ വേണമെങ്കിൽ ഹെഡ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഏവൺ അസാഡ് എന്താണ് ചെയ്യുന്നത് നോക്കാം. അവിടെ സ്മോക്ക് വീണിരിക്കുകയാണ്. ഓക്കെ അദ്ദേഹം അടിയിലാണ് അസാഡും അതുപോലെ തന്നെ അടിയിലുണ്ട്. എക്സ്ക്രൂസ് അവിടെ അടിക്കുന്നുണ്ട്. പക്ഷെ അടിയും കാര്യങ്ങളൊന്നും കൊള്ളുന്നില്ല. സൂപ്പർ നൈസ് ഒരു അടി തന്നെയായിരുന്നു. സൂപ്പർ യാർ. 13 കിൽസ് ആണ് അടിച്ചിരിക്കുന്നത്. പ്രോസ് 13 കിൽസ് ആണ് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടീമും അതുപോലെ തന്നെ 13 കിൽസാണ് അദ്ദേഹം. 13 രണ്ടുപേരുടെയും കറക്റ്റ് ടൈമിൽ തന്നെയാണ് നെക്സ്റ്റ് അവിടെ സ്ഥലം മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ആ ഡെലിക് ടീമിനെ അവിടെ